നമസ്കാരം, സുധിനാണ്. ഇന്ന് സാധാരണത്തെ പറയുന്ന പോലെ എവിടെയാണെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും പറയാം, മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാം. ഞങ്ങളെന്നുള്ളത് ചേർത്തലയ്ക്കടുത്ത് തിരുനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടെ ഫെൻസിങ്ങിന് വർക്കായിട്ട് വന്നതാണ്. ഏകദേശം ഒരു 1500 മീറ്ററിനടുത്ത് ഏരിയ ഉള്ള ഒരു ഫെൻസിങ് ആണ്. ഒരു 200-250 മീറ്ററിനടുത്ത് ഷീറ്റ് വെച്ചിട്ടുള്ള ഫെൻസിങ്ങും അതുപോലെ തന്നെ ഒരു 1200 മീറ്റർ 250 മീറ്ററോളം നോർമൽ ചെയിൻ ലിങ്ക് ഫെൻസിങ്ങാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫെൻസിങ്ങിന് വർക്ക് ചെയ്ത വീഡിയോസ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് കുറച്ച് കാലതാമസം എടുത്തിട്ടുള്ളൊരു വർക്കാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം പറഞ്ഞ രീതിയിൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം കുറച്ച് ഭാഗത്തെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസിൻ്റെയും വർക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 6 അടി ഹൈറ്റുള്ള ചെയിൻ ലിങ്ക് ആണ്. നമ്മുടെ ക്ലൈൻറ്റ് വരുന്നത് പുള്ളി ബാംഗ്ലൂരാണ്, അവിടെ സെറ്റിൽഡ് ആണ്. നമുക്ക് ഏകദേശം ഒരു വർഷമായിട്ടുള്ള ഒരു കോൺടാക്റ്റുള്ള കസ്റ്റമറാണ്. ഒരു ദിവസം ഒന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് പുള്ളി വളരെ റെയറായിട്ട് സൈറ്റിൽ വരാറുള്ളൂ. ഇപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ 2 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. എനിവേ നമ്മൾ ഒരു 15 ദിവസം എടുത്തു ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിറച്ച് വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാനും കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടാണ്. ഈവൻ നമുക്ക് വീഡിയോ എടുക്കാൻ പോലും ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ചെയ്യാൻ. സോ നമ്മൾ 1200 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം 15 ദിവസം കൊണ്ടാണ്. 6 അടി ഹൈറ്റിൻ്റെ ചെയിൻ ലിങ്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 10 ഗേജ് 3 ഇഞ്ച് നമ്മുടെ വൺ സൈഡ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ആയുഷ് ചെയിൻ ലിങ്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇടയ്ക്ക് കൊടുത്തിട്ടുള്ള കാലുകൾ എന്ന് പറയുന്നത് കോൺക്രീറ്റ് കാലാണ്. നമ്മൾ ആദ്യം ഇവിടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് GI പൈപ്പായിരുന്നു. കാര്യം ഇത് അറിയാലോ, കായലായതുകൊണ്ട് തന്നെ ഉപ്പ് കാറ്റും ഉപ്പിൻ്റെ വെള്ളം തട്ടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലായതുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഐഷിൻ്റെ ചെയിൻ ലിങ്ക് തന്നെ ഓക്കെ. പക്ഷേ കോൺക്രീറ്റ് കാലിന് പകരം പൈപ്പാണ് നമ്മൾ GI പൈപ്പ്, ടാറ്റയുടെ GI പൈപ്പാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ബഡ്ജറ്റ് കുറച്ച് ഹൈ ലെവലിൽ പോകുന്നതുകൊണ്ടും കസ്റ്റമർക്ക് പിന്നെ ഫ്യൂച്ചറിൽ കുറച്ച് പ്ലാനിങ് മാറ്റം ഉണ്ടായതുകൊണ്ടും പുള്ളി പറഞ്ഞു കോൺക്രീറ്റ് കാല് മതി, എസ്തെറ്റിക്കലി ഒരു കാഴ്ചയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ കോൺക്രീറ്റ് കാലിൽ മുന്നോട്ട് പോയത്. സോ അങ്ങനെ കൺഫേം ചെയ്തു. എനിക്ക് തോന്നുന്നു ആദ്യം ഏകദേശം പകുതിയിലേറെ ഭാഗം ഷീറ്റ് വെച്ചിട്ട് ഫെൻസ് ചെയ്യാമെന്നായിരുന്നു പ്ലാനിങ്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മളത് പുള്ളിക്ക് കൺവേ ചെയ്തു അതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം. അപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ച് ഭാഗം ചെയിൻ ലിങ്കും ഒരു 90% ചെയിൻ ലിങ്കും ബാക്കിയുള്ളത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഷീറ്റിലേക്കും മാറി. ഇനിയിപ്പോൾ നമുക്കിവിടെ കുറച്ച് റിമൈനിങ് വർക്കുകൾ എന്ന് പറയുന്നത് ഷീറ്റിൻ്റെ വർക്കാണ്. ഷീറ്റ് വെച്ചിട്ടുള്ള ഫെൻസിങ് ആണ്. അതിൻ്റെ ഫ്രെയിംസ് കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്രെയിംസ് പല ഭാഗങ്ങളിലായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ബൗണ്ടറികളിൽ ഇഷ്യൂസ് ഉണ്ട്. കാര്യം ഈ പ്രോപ്പർട്ടി ഏകദേശം ഒരു 10-15 വീടിൻ്റെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ്. കുറച്ച് വാസ്റ്റ് ഏരിയ ഉണ്ടായതുകൊണ്ട് ഇത്ര ബൗണ്ടറികൾ ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുറേ സോർട്ട് ഔട്ട് ചെയ്തു. ഇനിയിപ്പോൾ 2 പ്രോപ്പർട്ടിയിലും കൂടി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ആയതിനു ശേഷം വേണം എല്ലാ ഫ്രെയിമും കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമുക്ക് ഷീറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നെന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിൽ മാത്രമേ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉള്ളൂ. അപ്പോൾ നമ്മളെന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫ്രെയിം മേക്ക് ചെയ്തിട്ട് ഒരു 6 മീറ്ററിലൊരു ഫ്രെയിംസ് ഉണ്ടാക്കിയിട്ട് അത് അവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടാണ് ഷീറ്റിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഭാഗങ്ങളിൽ വെള്ളത്തിലൂടെ ഉള്ള ഫെൻസിങ് ഉണ്ട്, ചെയിൻ ലിങ്ക് ഫെൻസിങ് ഉണ്ട്. അവിടെ നമ്മൾ ഹൈറ്റ് കൂടിയ കാലുകൾ കട്ട് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് അടിച്ചിറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മെത്തേഡിലൂടെ ആയിരുന്നു അവിടെ ഫെൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ റീസെൻ്റ്ലി കുറച്ച് വീഡിയോസ് ഇടയിൽ കമ്മിയായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കുറച്ചായതുകൊണ്ട് കുറച്ചൊന്ന് ഡിലേ വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് നമ്മൾ സീസണാണ്, കൃത്യമായിട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിവേ വർക്കിൻ്റെ മാക്സിമം വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ള എല്ലാ വീഡിയോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വിളിക്കാം. വർക്കിനായിട്ട് വിളിക്കണമെന്നില്ല, സംശയം ഉണ്ടെങ്കിലും വിളിക്കാം. ഈ കൊട്ടേഷൻ അടിച്ചാലും വിളിക്കാം. എനിവേ ഞാൻ ഇന്നത്തെ വീഡിയോ അതിൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാര്യം നമുക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും നമ്മുടെ അടുത്ത് കൂടുതലില്ല. സോ ഇവിടെ വെച്ച് നിർത്തുന്നു. മറ്റു സൈറ്റും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.